ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. ഒരു പണിയില്ലെങ്കിലും ഇവിടെ ഇരുന്ന് ബൾബി കത്തിച്ച് കളിച്ചോണ്ടിരുന്നോണല്ലോ. ബൾബ് കത്തിച്ചേക്കണ ഞാൻ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്ന് ജോലി ചെയ്തോണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കും. നിങ്ങൾ ഈ വടിയും പിടിച്ച് മാഷെ പോലെ എന്നാ അവൻ ജോലി ചെയ്യുവോ? നിങ്ങൾ ഇരുന്നാലും കുറ്റവാ, അവനിനി വെറുതെ ഇരുന്നാൽ അതും കുറ്റവാ. അവന് നിങ്ങളുടെ മകനല്ലേ? ഒരു സ്നേഹവും ഇല്ല അവനോട് നിങ്ങൾക്ക്. അയ്യോ അയ്യോ, എനിക്ക് ചേട്ടൻ റിസൾട്ടിനെ വരുമ്പോൾ പുറകെ നടക്കുന്ന എന്നെ കൊണ്ട് വയ്യ. അസൂയ പാടില്ല. ഞാൻ വന്നപ്പോ നീ കളിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു. പിള്ളേരുടെ കൂടെ കളിച്ചോ, മക്കള് കളിച്ചോ. സാമ്പാറിനകത്ത് ചിക്കൻ മസാല എടുത്തിട്ടവനാ ഇവൻ. അതാ സുരേന്ദ്രൻ ഡബ്ബ മാറ്റി വെച്ച് മാറിപ്പോയി. അല്ല എന്റെ കുഴപ്പമൊന്നും കൊണ്ടല്ല. ആണോ? നീ അവനെ ശരി വെച്ചു. ഓ, അവൻ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാ അതൊക്കെ ചെയ്തു കൊടുക്കും. അതിന് നീ ഇങ്ങോട്ട് മാറി, ഞാൻ വെട്ടാം. നിനക്ക് അത് ആവശ്യമില്ല. എല്ലാം ഇതേ കണക്കായിരിക്കും. ആ മതി. വിഷ്ണുവേ, ഈ ശിവാനി ഈ പടം വരപ്പ് പഠിക്കുന്നോണ്ട് വല്ല ഗുണമുണ്ടോടാ? ഒരു ഗുണവുമില്ലാന്നേ. എന്തെങ്കിലും കൂടെ അവള് പറഞ്ഞ ഞാൻ കേട്ടോളൂ. നമുക്ക് വേറെ ഒരു നല്ലൊരു കാര്യം പറയുമ്പോൾ എന്റെ നടു എനിക്ക് അത് കൈകൊണ്ട് പേടികൊണ്ടാ അവൻ നെയ്യാറ്റങ്കരയ്ക്ക് പോലും വരാത്തത്. അതെ, ഭയങ്കര പേടിയാ. പേടിയൊക്കെ ശരിയാണ്, പക്ഷെ ഇനി അപ്പൂപ്പന്റെ പേരും പറഞ്ഞേ. സ്നേഹം പ്രകടിപ്പിക്കാതെ ഉള്ളിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്തിനാ? എന്തായാലും പ്രകടിപ്പിക്കാൻ തോന്നിയല്ലോ, നന്നായി. ഞങ്ങള് കാക്ക വിട്ടു പോവില്ല. പിന്നെ വാക്ക് മാറ്റി പറയരുത്. ഇല്ല മതിയാണ് ഇതിനെ നുണഞ്ഞോണ്ടിരിക്കുന്നത്. അയ്യോ വേണ്ട, എനിക്ക് വേണ്ട. പണ്ടെനിക്ക് പേടിയായിരുന്നു. എന്നെ പേടിക്കേണ്ട കാര്യം എന്തെന്ന് പറ. അവിടെ പറഞ്ഞേ കേക്കട്ടെ. ഒരിക്കലും ഞങ്ങളിടെ വീട്ടിൽ വരുമ്പോഴേ ഞാനാണ് അടുത്ത് കുടിക്കുന്നത്. വെള്ളം ചേർത്ത് വയ്ക്കാൻ എനിക്ക് അവന്റെ ആവശ്യമില്ല, പേടിയില്ല. നീ കേൾക്കുന്നുണ്ടല്ലേ? ഞാൻ കേട്ടോണ്ടിരിക്കുവല്ലേ ഇതൊക്കെ. ശാരദേ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്റെ മോന്റെ ഗുണവധികാരം? ഇതാ അവനെ ഞാൻ അടുപ്പിക്കാത്തത്.